ബൈ ദസ്തയേവ്സ്കി, ദ വൈറ്റ് നൈറ്റ്സ്. ഈ പുസ്തകം നമുക്ക് പക്ഷേ ഈ പുസ്തകം സമ്മാനിക്കുന്നത് കൈ നിറയെ ഓർമ്മകളാണ്. ഈ പുസ്തകം എന്റെ മനസ്സ് ക്യാപ്ചർ ചെയ്തു, എന്നിട്ട് എന്താ പറയാ ഉടച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും ആയിട്ടുള്ള ഹാർട്ട് വാർമിംഗ് ആയിട്ടുള്ള, എന്നാൽ അതേസമയം എന്താ പറയാ നമ്മളെ അങ്ങ് ബ്രേക്ക് ചെയ്ത് കളയുന്ന ഒരു പുസ്തകമാണ്. നമ്മളെ മൊത്തത്തിൽ അങ്ങ് ഇല്ലാതാക്കി കളയുന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു പുസ്തകം, അത്രയധികം നമ്മൾ സ്വാധീനം ചെലുത്താൻ ചാൻസ് ഉള്ള ഒരു പുസ്തകം. അതാണ് ദസ്തയേവ്സ്കിയുടെ ദ വൈറ്റ് നൈറ്റ്സ്. ഈ ഒരു പുസ്തകത്തിലെ 2 കഥകളാണുള്ളത്, ദ വൈറ്റ് നൈറ്റ്സും ബോബോക്കും. സ്റ്റോറിയിലോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോവാണ്. നമ്മുടെ വൈറ്റ് നൈറ്റ്സിലെ മെയിൻ ക്യാരക്ടർ പേരൊക്കെ എന്റെ അടുത്ത് ചോദിക്കരുത്, എനിക്ക് അറിയില്ല. Her name was mentioned above 130. നസ്തേൻക എന്ന പേര് 130 കൂടുതൽ പ്രാവശ്യം ഈ ഒരു പുസ്തകത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ മെയിൻ ക്യാരക്ടർ നമ്മുടെ ഡ്രീമർ ആയിട്ടുള്ള പേരറിയില്ല. ഒരു വട്ടം പോലെ ഇതിൽ മെൻഷൻ ചെയ്തു. നസ്തേൻകയുടെയും നമ്മുടെ ഡ്രീമറിന്റെയും കോൺവെർസേഷൻസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ദസ്തയേവ്സ്കി അവതരിപ്പിച്ചിട്ടുള്ളത്. നസ്തേൻക കഥ പറയുകയാണ്. നസ്തേൻകയുടെ കഥ പറയുമ്പോൾ അതായത് നസ്തേൻകയുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഗ്രാൻഡ് മദർ പിൻ ചെയ്ത് വയ്ക്കും. പിന്നെ നസ്തേൻകയുടെയും ആ ഡ്രീമറിന്റെയും തമ്മിലുള്ള ഒരു സ്നേഹം, ഈവൻ നസ്തേൻക എത്രമായിട്ട് പറയും എന്നെ ലവ് ചെയ്യരുത്, പക്ഷെ ആ ഡ്രീമർ നസ്തേൻകയോട് തോന്നുന്ന ആ ഒരു ഫീലിങ്സ്, അതൊക്കെ ഈ ഒരു പുസ്തകത്തിൽ വളരെ രസകരമായിട്ട് എഴുതിയിട്ടുണ്ട് നസ്തേൻക. അത് ഡിപ്രാവിറ്റി ബിയോണ്ട് ദ ലേവിലിരുന്ന് ഓവർഹിയർ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നത്. അവരവരെ ചെയ്ത തെറ്റുകൾ, അങ്ങോട്ട് പരസ്പരം കുറ്റപ്പെടുത്തലുകൾ, അതൊക്കെയാണ് പോകുന്നത്. അത്രയധികം നമ്മളെ പിടിച്ചു നിൽക്കുന്ന ഒരു കഥയാണ് വൈറ്റ് നൈറ്റ്സ്.